ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 19. ഒന്നാമത്തെ വായനാഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായം. കഴിഞ്ഞ വായനയിലെ സംഭവത്താൽ ഇസ്രായേല്യർ ബെന്യാമീന്യരെ അങ്ങേയറ്റം സംഹരിച്ച് ഇല്ലാതാക്കി. ഇവർ തന്നെ പറയുന്നത് ഇസ്രായേലിൽ ഒരു കുലം അറ്റുപോയിരിക്കുന്നു എന്നാണ് ബാക്കിയുള്ള ഇസ്രായേല്യർ പറയുന്നത്. ഇസ്രായേലിൽ വേറൊരു കാര്യം പറഞ്ഞു, ബെന്യാമീന്യർക്ക് ഭാര്യമാരായി നമ്മളിൽ നിന്ന് ആരെയും കൊടുക്കരുത് എന്നൊരു ശപഥം ചെയ്തു. കൊടുക്കയില്ല. അങ്ങനെ ആരെങ്കിലും കൊടുത്തല്ല അവൻ ശപിക്കപ്പെട്ടവൻ എന്നൊരു ശപഥമെടുത്തു ബാക്കി എല്ലാവരും കൂടെ ചേർന്ന്. അപ്പം നമ്മൾ കണ്ട് കുറച്ച് പേര് റിമ്മോൻ പാറയോടിൽ ചെന്ന് വിളിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. കുറച്ച് പേര് മിച്ചമുണ്ട്, എല്ലാവരും മരിച്ചിട്ടില്ല. കുറച്ച് പുരുഷന്മാർ ബാക്കിയുണ്ട്. അപ്പം അവരുടെ ഗോത്രമെല്ലാം അറ്റുപോകും. കുറേ നാൾ കഴിഞ്ഞ് അവരും മരിച്ചു പോകും. അപ്പം ഗോത്രം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് മക്കൾ ജനിക്കണം, അവർക്ക് ഭാര്യമാർ വേണം. ഭാര്യമാരില്ലാത്തൊരവസ്ഥയായി. അവർ ഭാര്യമാരെ കിട്ടുവാൻ എന്ത് ചെയ്യേണ്ടു എന്ന് അവരിങ്ങനെ ചിന്തിച്ചു. ഇതിനിടയ്ക്ക് എല്ലാ ഇസ്രായേലും വന്നു ചേരണം എന്നൊരു കൽപ്പന ഉണ്ടായി. എല്ലാ ഇസ്രായേലിൽ നിന്നും ആൾക്കാർ വന്നില്ലെങ്കിൽ അവരെ അതാത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതും അറിയിച്ചു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ വരാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പം അത് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്പായിൽ വന്നു കൂടണമെന്നാണ് പറഞ്ഞത്. അപ്പം മിസ്പായിൽ യഹോവയുടെ അടുക്കൽ വന്നു കൂടണമെന്നാണ് പറയുന്നത്. അപ്പം ഗിലെയാദ് ദേശത്തിൽ യാബേശിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. ജനത്തെ എണ്ണി നോക്കിയാൽ ഗിലെയാദിലെ യാബേശ് നിവാസികൾ ആരെയും കണ്ടില്ല. അപ്പോൾ ഒരു 12,000 പേര്, പരാക്രമശാലികളായി 12,000 പേരെ അവിടേക്ക് അയച്ച് അവിടെ ചെന്ന് നിങ്ങൾ ഗിലെയാദിലെ യാബേശ് നിവാസികളെ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വായിൻ്റെ വായത്തിലാൽ കൊല്ലുവിൻ. അവിടെ ആ ഒരു പ്രവൃത്തി തികച്ച ശേഷം അവിടുന്ന് 400 കന്യകമാരെ അവിടുന്ന് കൊണ്ടുവന്ന് ഈ ബെന്യാമിൻ ഗോത്രത്തിൽ ബാക്കിയുള്ള പുരുഷന്മാർക്ക് കൊടുത്തു. അപ്പോഴും തികഞ്ഞില്ല, ഇനിയും ആൾക്കാർ ബാക്കിയുണ്ട്. അപ്പം അങ്ങനെ ബാക്കിയുള്ളവർക്കും ഭാര്യമാരെ കിട്ടാൻ വേണ്ടി അവർ ആലോചിച്ചത്, ശീലോവിൽ എല്ലാ വർഷവും ഉത്സവം ഉണ്ട്, ആണ്ടുതോറും യഹോവയുടെ ഉത്സവമുണ്ട്. അപ്പോൾ അവർ ബെന്യാമീനോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് മുന്തിരിത്തോട്ടത്തിൽ പതിയിരിക്കണം. ശീലോവിലെ കന്യകമാർ നിരനിരയായി നൃത്തം ചെയ്യാൻ പുറപ്പെട്ട് വരുന്നത് നിങ്ങൾ കാണുമ്പോൾ അവിടെ കന്യകമാരാണ് വരുന്നത്. വിവാഹം കഴിഞ്ഞവരും ഗർഭിണികളും പ്രസവിച്ചവരും ഒന്നും വരത്തില്ല. അവിടെ നിന്ന് നിങ്ങൾ ഓരോരുത്തർ പുറപ്പെട്ട് നിങ്ങളുടെ ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോയി നിങ്ങൾ ഭാര്യമാരാക്കിക്കൊള്ളുവാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവർ ചെന്ന് ബെന്യാമീന്യർ ആ ശീലോവിൽ നൃത്തം ചെയ്യാൻ വന്ന കന്യകമാരിൽ നിന്ന് ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോയി അവർ വിവാഹം കഴിച്ച് ജീവിച്ചു. അപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, അവർ എന്തെങ്കിലും ഒന്ന് സങ്കടം പറഞ്ഞാൽ അവരെ ഞങ്ങൾ സമാധാനിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അവരോട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ സംഭവിച്ചു, അങ്ങനെ ചെയ്തു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഒരു സാമൂഹിക അല്ലെങ്കിൽ സദാചാര ജീവിതത്തിന് ഒക്കെയും വിരുദ്ധമായ, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായി തന്നെ അതിപ്പോഴും ശേഷിക്കുകയാണ്. കാര്യം അത് ഇന്നത്തെ കാലത്ത് സമൂഹമൊക്കെ ഒരുപാട് ഉയർന്നിട്ടുണ്ട്, നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷേ അന്നത്തെ കാലം എന്ന് പറയുന്നത് ക്രിസ്തുവിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് പൊതുവെ ഇതൊന്നും വലിയ ദേശത്ത് തന്നെ ഇതൊന്നും വലിയ തെറ്റായിരിക്കില്ലായിരിക്കും. പക്ഷേ നമുക്കിന്നത് ഒരിക്കലും ഒരു സമൂഹം ഒരാളോട് പോലും ചെയ്താൽ പോലും ഇന്നത്തെ വ്യത്യസ്തമായ സമൂഹങ്ങൾ ലോകത്ത് എവിടെയായാലും, ഇനി ആദിവാസി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ കാട്ടിലൊക്കെ ഉണ്ടോ എന്നറിയില്ല, പരിഷ്കൃത സമൂഹങ്ങളിലൊന്നും ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. അത് രാജ്യങ്ങൾ അതായത് നിയമങ്ങൾ എടുത്ത് ശിക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പൊരുത്തപ്പെട്ടു പോകാൻ പാടുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണുന്ന ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച സംഭവങ്ങളൊക്കെ. പക്ഷേ ഇത് സംഭവിച്ചതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു
സത്യം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈബിളിൽ നല്ല കാര്യങ്ങളും കൊള്ളാവുന്ന കാര്യങ്ങളും മാത്രമല്ല, ഇതിനകത്ത് സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം, നന്മയും തിന്മയും ഒക്കെ എഴുതപ്പെട്ട പുസ്തകമാണ് ഈ പുസ്തകം എന്നുള്ളത് കൊണ്ട് ഈ പുസ്തകത്തിന് അതിൻ്റേതായ മാറ്റുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്, വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ-പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം. ഇവിടെ ഇസ്രായേലിനോട് ദൈവം സംസാരിക്കുന്നത് ആണ് യെശയ്യാ-പ്രവാചകനോട് എഴുതിയിരിക്കുന്നത്. അവരോട് മാത്രമായി സംസാരിക്കുകയാണ്, മറ്റാരോടുമല്ല സംസാരിക്കുന്നത്, ഇസ്രായേലിനോടാണ് സംസാരിക്കുന്നത്. ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനായ യഹോവ, നിന്നെ സൃഷ്ടിച്ചവനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കും, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. ആരെയാണ്? ഇസ്രായേലിനെയാണ്, എന്നെയോ നിന്നെയോ അല്ല, നമ്മൾ രണ്ടുപേരെ അല്ല, നമ്മളാരെയല്ല. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവൻ നിൻ്റെ മേലെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല, നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന് ഞാൻ നിൻ്റെ രക്ഷകൻ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ മോശെ ഇസ്രായേൽ ജനത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, അവൻ ഏകൻ തന്നെ. യഹോവ നമ്മുടെ ദൈവമാകുന്നു. അപ്പം ഇസ്രായേലിനായ മോശയും ഇസ്രായേലിനായ ജനവും ഉള്ളിടത്ത് ഇസ്രായേലിനായ മോശെ ഇസ്രായേലിലെ ജനത്തോട് പറയുകയാണ്, യഹോവ നമ്മുടെ ദൈവമാകുന്നു, എൻ്റെയും നിൻ്റെയും ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്രായേലരാണ്, നമ്മുടെ ദൈവമാണ്, ഇസ്രായേലിൻ്റെ ദൈവമാണ്. ആ ദൈവം ഒരുവനാണ്, 2 ദൈവമല്ല, 3 ദൈവമല്ല, അല്ലെങ്കിൽ കോടാനുകോടി ദൈവമല്ല. ഈ ദൈവം ഒരുവനാണ് എന്നവിടെ പറയുന്നുണ്ട്. മോശയ്ക്ക് ശേഷം എത്രയോ തലമുറ കഴിഞ്ഞു, ഇപ്പോൾ യെശയ്യാ-പ്രവാചകൻ്റെ കാലത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അവിടെയും ദൈവം പറയുന്നത്, അവിടെ മോശയിലൂടെ സംസാരിച്ചെങ്കിൽ ഇവിടെ യെശയ്യാ-പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. തുറിച്ച് താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും, അത് വായിക്കുന്നത്, നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്ന് പറയും, തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. അപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിന്നെ വരുത്തും എന്ന് പറയും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. താഴോട്ട് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും. അപ്പോൾ അറിവാണ് വിശ്വാസമായി പരിണമിക്കേണ്ടത്. അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. അപ്പോൾ അറിവ് ദൈവം യഹോവയാണ് അവരുടെ ദൈവമെന്ന് അറിഞ്ഞാൽ അവർ വിശ്വസിക്കുന്നത് കറക്റ്റായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളും, നമ്മുടെ അറിവ് കറക്റ്റാണെങ്കിൽ വിശ്വാസം കറക്റ്റായിരിക്കും, അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞ്, ഇവിടെ നോക്കട്ടെ, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും, 10-ാമത്തെ വാക്യം, അത് ഇടയ്ക്ക് മേളിലോട്ടോ താഴോട്ടോ ആയിപ്പോയി. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു. ആരാണ് ദാസൻ? ഒരാളെക്കുറിച്ചല്ല, ഇസ്രായേൽ ജനത്തിന് ആകമാനം പറയുന്നതാണ് നീ എൻ്റെ ദാസൻ. ഇസ്രായേൽ ജനം എൻ്റെ ദാസനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയും പറയാനിരിക്കുന്നത്. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല, ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ. അപ്പം ഇന്നും മാറ്റമില്ലാത്തവൻ, ഈ നാളെയും മാറ്റമില്ലാത്തവൻ, എന്നും മാറ്റമില്ലാത്തവൻ. ആ മാറ്റമില്ലാത്തവൻ എന്ന് പറയുന്നതാണ് അനന്യൻ, ഒരിക്കലും മാറ്റമില്ലാത്തവൻ. അപ്പം ഈ ദൈവമാണ് എന്നും 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 ദൈവം. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവയാണ് ഇപ്രകാരം അരുളിച്ചെയ്യും. ഞാൻ നിങ്ങളുടെ നിമിത്തം ബാബേലിലേക്ക് ആളയച്ച് അവരെയൊക്കെയും കൽദേരെ തന്നെ ഓടിപ്പോകുന്നവരെ അവർ ഘോഷിച്ച് ഉല്ലസിക്കുന്ന കപ്പലുകൾ താഴോട്ട് ഓടിമാറാക്കും. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു.
ഇതൊക്കെയും വായിച്ചു പോകുന്ന ആൾക്കാർ ഇതാണ് ഇസ്രായേലിൻ്റെ. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമാണ്, ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ദൈവത്തെക്കുറിച്ചല്ല. ഇസ്രായേലിൻ്റെ ദൈവത്തിനെ നമ്മുടെ ദൈവത്തെ ആകണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ഇക്കാലത്ത് യേശുക്രിസ്തുവിന് ശേഷം അന്ന് വെച്ചിരുന്ന വ്യവസ്ഥ പരിച്ഛേദന ഏൽക്കണമെന്നുള്ളതാണ്. അവരൊരു യഹൂദനാകണമെങ്കിൽ, അല്ലെങ്കിൽ യഹോവയായ ദൈവമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകണമെങ്കിൽ അവർക്ക് വെച്ചിരുന്ന വ്യവസ്ഥയാണ് പരിച്ഛേദന. ഇന്ന് അതല്ല പരിച്ഛേദന അല്ല ഇന്നത്തെ വ്യവസ്ഥ യേശുക്രിസ്തുവിലൂടെ ഈ വിശ്വാസത്തിലേക്ക് വരുന്നവർക്കാണ് അതിൻ്റെ പിന്നെ അവർക്കുള്ള വഴി. പിന്നെ അവിടെ ആ വിശ്വാസത്തിൽ വഴി ആണെങ്കിലും ആ വിശ്വാസമാർക്കാണ്? കുഞ്ഞുങ്ങൾക്കല്ല വിശ്വാസം ഉണ്ടാകുന്നത്, പ്രായമുള്ളവർക്ക്, മുതിർന്നവർക്ക്, മനസ്സിലാകുന്നവർക്ക്, വായിച്ചാലും കേട്ടാലും പറഞ്ഞാലും മനസ്സിലാവുന്ന മുതിർന്നവർക്കാണ്. ആ മുതിർന്നവരെന്ന് പറഞ്ഞാൽ 10, 15, 20 ഒക്കെ വയസ്സാകുന്നവരൊക്കെ അത്തരത്തിൽ കൂട്ടാം. പൊടിക്കുഞ്ഞുങ്ങളല്ല, ഒന്നും അറിയാത്ത പൊടിക്കുഞ്ഞുങ്ങളല്ല. അപ്പം അങ്ങനെ അവർ അതറിയുകയും അവരാ വിശ്വാസം ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. ഒരു പ്രവൃത്തി, ഏതാണ്? സ്നാനം എന്ന പ്രവൃത്തിയിലൂടെ അവർ ഇതിലേക്ക് ഈ ഇസ്രായേലിൻ്റെ യേശുക്രിസ്തുവിലേക്കൊക്കെ വരാം, ഈ വിശ്വാസത്തിലേക്ക് വരാം. അല്ലെങ്കിൽ യഹോവയായ ദൈവത്തെ ആരാധിക്കാം, യഹോവയായ ദൈവമായിട്ടുള്ള വാഗ്ദത്തത്തിലൊക്കെ അവർക്ക് അവകാശമാക്കാം. പക്ഷേ ഇവിടെ ഞാൻ പലപ്പോഴും ചില വിദ്വാൻമാർ പറയുന്നത് കേട്ടിട്ടുള്ളത്, ഇവിടെ ഇത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതാണല്ലോ. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവം യഹോവയും പുതിയ നിയമത്തിലെ ദൈവം യേശുവും നന്നായി, വളരെ നന്നായി. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെല്ലാം കൂട്ടിമറിക്കാമല്ലോ, നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എന്തും ചെയ്യാം. ബൈബിളിൽ എന്ത് കിടക്കുന്നുള്ളതല്ല പ്രാധാന്യം, എൻ്റെ മനസ്സിന് തൃപ്തിയായി എന്ത് ആകുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ അത് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. അപ്പം ഇവിടെ അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ഇസ്രായേലിനാണ്. യേശുക്രിസ്തുവിനൊരു ദൈവമുണ്ട്. ഇവിടെ പറയുന്ന എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, ഞാൻ തന്നെ കേൾപ്പിച്ചിരിക്കുന്നു, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനും പരിശുദ്ധനുമായ യഹോവ എന്നും. ആ ഇസ്രായേലിനെ യേശു ഇസ്രായേലിനാണ്, യഹൂദനാണ്. ആ ഇസ്രായേലിനായ യേശുവിൻ്റെയും ദൈവമാണ് യഹോവ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എങ്ങനെയാണ് നമ്മൾ പുതിയ നിയമത്തിലെ ദൈവം യേശുവും പഴയ നിയമത്തിലെ ദൈവം യഹോവ എന്നും പറയുന്നത്? അത് ബൈബിളിൻ്റെ വിശ്വാസമായിട്ട് നേരെ എതിരാണ്, ശിക്ഷ വരാതെ ഇരിക്കുകയില്ല. പിന്നോട്ടും അത് തന്നെയാണ് പറയുന്നത്. അപ്പം ഇവർക്ക് ഒരു പ്രത്യേക കാര്യം പറയുന്നത്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇപ്പോൾ വരാനിരിക്കുന്ന വലിയ രക്ഷയെ സംബന്ധിച്ചും അവർക്ക് ഇവിടെ അറിയിപ്പ് കൊടുക്കും. പക്ഷേ വ്യക്തമായി അത് പറഞ്ഞിട്ടുമില്ല. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. അപ്പോൾ പണ്ട് പലതരത്തിലുള്ള വിടുതലുകളും മോശയിലൂടെ ന്യായപ്രമാണവും പ്രവാചകന്മാരിലൂടെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇനി അതൊന്നുമല്ല, ഒരു പുത്തനൊന്ന് ഞാൻ ചെയ്യുന്നു. ആ യേശുക്രിസ്തു, ഇനിയിപ്പോൾ അത് യേശുക്രിസ്തു ആണെങ്കിൽ യേശുക്രിസ്തുവിനെ പോലൊരു ജനനമോ അങ്ങനെ അത്ഭുതങ്ങൾ ദൈവം ചെയ്ത പോലുള്ള അത്ഭുതങ്ങൾ ചെയ്തൊരു മനുഷ്യനോ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് മൊത്തത്തിൽ അത് പുത്തനായിരുന്നു. അതാണെങ്കിൽ അതായിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ ഇവിടുത്തെ ചിന്തിക്കുന്നത്. അപ്പോൾ അത് ആണെങ്കിൽ അത് പുത്തൻ തന്നെയായിരുന്നു. മുമ്പുള്ളവ ഒന്നുമല്ല, മുമ്പ് ഇതുപോലൊന്നും സംഭവിച്ചിട്ടില്ല. അത് ഇപ്പോൾ ഉത്ഭവിക്കും എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം ഇസ്രായേൽ എൻ്റെ സ്തുതിയെ വിവരിക്കും. എന്നാൽ യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല, ഇസ്രായേലിൽ നീ എൻ്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല. അപ്പോൾ അതവരെ ഒരു കുറ്റമായിട്ട് പറയുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ കഷ്ടമൊക്കെ അവർ അനുഭവിക്കേണ്ടി വന്നത്. ധൂപനം ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടില്ല, നീ എനിക്കായി വയമ്പ് വാങ്ങിയിട്ടില്ല, നിൻ്റെ ഹനനയാഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തി. ഒരുപാട് ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ഒക്കെ നടത്തി ദൈവത്തിന് അതൊന്നും തൃപ്തി വന്നിട്ടില്ല എന്നാണ്. കാരണം വെച്ചാൽ അതൊന്നും ഇവരുടെ പാപങ്ങളെ നീക്കുവാൻ തക്കതായിരുന്നില്ല. അവരത് ചെയ്തിട്ട് വീണ്ടും 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 പാപം ചെയ്യുകയാണ്. പാപം ചെയ്യാനുള്ള ലൈസൻസ് പോലെയാണ് ഇവർ ഈ യാഗങ്ങളെയൊക്കെ കണ്ടത്. നിൻ്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിൻ്റെ അകൃത്യങ്ങൾ കൊണ്ട് എന്നെ അപ്പോൾ ദൈവം പറയണം, നിങ്ങൾ എന്നെ അധ്വാനിപ്പിച്ചു, നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തി എന്ന് ദൈവം പറയണം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ദൈവമാണ് ഞാൻ, നിങ്ങളുടെ പരിശുദ്ധനാണ് ഞാൻ എന്ന് പറയുമ്പോഴും ദൈവം അവരുടെ പ്രവർത്തികളെ നോക്കാതിരിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ജനം തന്നെയാണ്. അത് ദൈവം കളഞ്ഞിട്ടില്ല അവരെ. പക്ഷെ അവർ ദൈവത്തെ കളഞ്ഞു എന്നുള്ള ഒരു പ്രശ്നം അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ശിക്ഷ
വരിക തന്നെ ചെയ്യും. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. എങ്ങനെയാണ്? ആ ശിക്ഷ കൊടുത്തതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ ഇത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം വ്യവസ്ഥയ്ക്കനുസരിച്ചേ ചെയ്യുള്ളൂ. നാളെ ഒരുവാൻ ചോദിച്ചാൽ നീ അവനെ അങ്ങനെയല്ലേ ചെയ്തത്, എന്നെ എന്തിനാ ഇങ്ങനെയെന്നൊരു ചോദ്യം ചോദിക്കാൻ ഇടയില്ലാത്ത വണ്ണം ന്യായത്തോടും നീതിയോടും കൂടി മാത്രമേ ദൈവം കാര്യങ്ങളെ ചെയ്യുകയുള്ളൂ. അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവം യഹോവ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമാണെങ്കിൽ ആ ദൈവമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്, ആ ദൈവമായിട്ടാണ് കാര്യമുള്ളത്. പക്ഷേ യേശുക്രിസ്തുവാണ് നമുക്ക് ഈ ദൈവത്തെ പരിചയപ്പെടുത്തി തന്നത്, ഈ ദൈവത്തെ കാണിച്ചു തന്നത്, ഈ ദൈവത്തെ വെളിപ്പെടുത്തി തന്നത്. യേശുക്രിസ്തു ഇല്ലെങ്കിൽ നമ്മൾ ഈ ദൈവത്തെ കാണുകയേയില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിനോടൊപ്പം നമുക്ക് നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് എത്തുവാൻ നമ്മുടെ വിശ്വാസം വളരെ പ്രധാനമാണ്. ആ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന അറിവാണ്. ആ അറിവ് മനുഷ്യർ പറയുന്നതല്ല, മറിച്ച് ബൈബിളിലെ ആണോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലും ബൈബിളിലെ ആണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുള്ളതാണ്. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കരുത്, ബൈബിളിൽ അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുക. ഇന്നത്തെ വായനാ ഭാഗത്തിൽ അത് ഒന്നുകൂടെ പരിശോധിക്കുക, വീണ്ടും എടുത്ത് വായിക്കുക. വായിച്ചിട്ട് 43-ാമത്തെ അധ്യായം യെശയ്യാപ്രവാചകൻ വായിച്ചു നോക്കുക. 44 നമ്മൾ കാണും. 44-ലും 45-ലും ഒക്കെ ഈ ദൈവത്തെ സംബന്ധിച്ച് ദൈവം തന്നെ പറയുന്ന, ദൈവം തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം യെശയ്യാപ്രവാചകനിലൂടെ പറയുന്ന കാര്യങ്ങൾ 44-ലും 45-ലും ഒക്കെ വളരെ ശക്തമായ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും, വിശ്വാസം തെറ്റിയാൽ എല്ലാം തെറ്റും. എല്ലാം തെറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിൽ എത്തുകയില്ല, നിത്യജീവൻ ലഭിക്കില്ല. അതായത് അബ്രഹാം വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു. വിശ്വാസമാണ് നീതിയായി കണക്കിടുന്നത്. പക്ഷേ അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ 2-ാമത്തെ ലേഖനവും യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനവും ചേർത്തിട്ടാണ് ഇന്നത്തെ വായനാഭാഗം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലാണ് നമ്മൾ ഇന്നലെ നിന്നത്. ഇന്ന് പുതിയ ഇതിൽ യോഹന്നാൻ എഴുതിയ 2-ാമത്തെ അധ്യായം. രണ്ടിലും ഓരോ അധ്യായം മാത്രമേ ഉള്ളൂ. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനത്തിൽ ഒരു അധ്യായമുള്ളൂ, 3-ാം ലേഖനത്തിന് ഒരു അധ്യായമുള്ളൂ. കുറച്ച് വാക്കുകളേ ഉള്ളൂ, 15ഉം 13ഉം വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം യോഹന്നാൻ എഴുതിയ 2-ാമത്തെ ലേഖനം അത് എഴുതിയിരിക്കുന്നത് സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികയാർക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നു. അപ്പം മാന്യ നായികയാർക്കും അതൊരു സ്ത്രീയാണ്, അവരുടെ മക്കൾക്കും, അവരുടെ വീട്ടിലൊരു സഭയുണ്ടെന്ന് തോന്നുന്നു, ആ സഭയ്ക്കായിരിക്കും എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കൽ നിന്ന് പിതാവിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. എന്നിട്ട് അവിടെ പറഞ്ഞിട്ട് നമ്മുടെ പിതാവെങ്കിൽ നിന്ന് ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. ഇനി നായികയാരെ, നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യം മുതൽ നമുക്കുള്ളതായിട്ട് തന്നെ ഞാൻ അവിടത്തേക്ക് എഴുതി അപേക്ഷിക്കുന്നു. അപ്പോൾ അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളതാണ്. അതൊരു പുതിയ കൽപ്പന അല്ല. ഇപ്പോൾ എഴുതുമ്പോൾ ഇത് നേരത്തെ ഉള്ളതല്ലേ എന്ന് തോന്നണ്ട. അത് പുതിയ കൽപ്പനയല്ല. പക്ഷേ അത് അന്യോന്യം സ്നേഹിക്കണമെന്നുള്ള പ്രാധാന്യം കൊണ്ടാണ് അത് വീണ്ടും എഴുതപ്പെടുന്നത്. അപ്പം അന്യോന്യം സ്നേഹിക്കണമെന്ന് പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യം മുതൽ നമുക്കുള്ളതായിട്ട് തന്നെ ഞാൻ അവിടത്തേക്ക് എഴുതി അപേക്ഷിക്കുന്നു. നാം അവൻ്റെ കൽപ്പനകളനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. അപ്പോൾ ആ സ്നേഹം, അത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ നമ്മൾ ദൈവത്തോട് സ്നേഹം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് സഹോദരന്മാർ നമ്മൾ സ്നേഹിച്ചാൽ അത് ദൈവത്തോടുള്ള സ്നേഹം. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ള കൽപ്പന ഇതത്രേ: യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇപ്പം യേശുക്രിസ്തു ജഡത്തിൽ വന്നു, യേശുക്രിസ്തു മനുഷ്യനാണെന്ന് സ്വീകരിക്കാത്തവർ അന്ന് തന്നെ അവരുടെ ഉപദേശങ്ങൾ ഒക്കെ, എന്തായാലും കൊല്ലാൻ നിന്നവർ തന്നെ പിന്നെ പുത്തൻ വലിയ വലിയ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, യേശുക്രിസ്തു അങ്ങനല്ല, ഈ യേശുക്രിസ്തു ആരെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഉപദ്രവിച്ചവരുമൊക്കെ ഇന്ന് പുതിയ വേഷം ധരിച്ച് വരുന്ന കാഴ്ചയാണ്. അത് അന്നേ ഉണ്ടായിരുന്നു എന്നാണ്. അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു രാജഭരണത്തിൻ്റെ കീഴിൽ ആയിരുന്നുവെങ്കിലും ഈ ആശയം അന്ന് തന്നെ വിശ്വാസികളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും
ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവരാകുന്നു. അപ്പോൾ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഇതിനെതിരെ, സത്യത്തിനെതിരെ നിൽക്കുന്നവരെയാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. അല്ല ഒരു വ്യക്തി എന്നോ വരാനിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഈ അറിഞ്ഞ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുള്ളതാണ് യോഹന്നാൻ ഇവിടെ ഈ ലേഖനത്തിലൂടെ അറിയിക്കുന്നത്. അവിടെ വീണ്ടും എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ ഉപദേശം തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കറിയാമല്ലോ. ദൈവദൂതൻ തന്നെ വന്ന് പറഞ്ഞാലും അത് കേൾക്കരുതെന്നാണ് അവിടെ പറയുന്നത്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനോട് കുശലം പറയരുത്. അതാണ് അവിടെ പറയുന്ന ഉപദേശം. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയാകും. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണം. 13 വാക്യങ്ങളേ ഉള്ളൂ ഇതിൽ. നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട്, എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലുന്നു എന്ന് പറഞ്ഞാണ് ആ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞത് ആ മാന്യ നായികയാർക്കും, അപ്പോൾ ഒരു അമ്മയ്ക്കും ആ അമ്മയുടെ മക്കൾക്കും, അപ്പം മൂപ്പനായി ഞാൻ എഴുതുന്നതാണ്. അപ്പോൾ ആ സഭയുടെ മൂപ്പനല്ലേ, അപ്പം അങ്ങനെ എഴുതുന്നതാണ് എന്നാണ്. അപ്പോൾ ഇനി 3-ാമത്തെ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. അവിടെ എഴുതുന്നത് പ്രിയ ഗായോസിന് എഴുതുന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്നത് മൂപ്പനായ ഞാൻ. ആ യെരുശലേമിലെ സഭയുടെ മൂപ്പനാണ് നമ്മൾ ബൈബിളിന് പുറത്തുള്ള ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ യെരുശലേമിലെ സഭയുടെ മൂപ്പനായിരുന്നു. അപ്പോൾ ആ മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിൻ്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അതുതന്നെ ഇത് യോഹന്നാൻ്റെ സന്തോഷമാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സന്തോഷം എന്ത് വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. അപ്പം യേശുക്രിസ്തുവിലൂടെ, യോഹന്നാൻ സ്നാപകനിലൂടെ, യേശുക്രിസ്തു ഇന്ന് വന്നവൾ നമ്മളോടൊന്നും സുവിശേഷം പറയില്ലല്ലോ. അപ്പം അക്കാലത്ത് യോഹന്നാനും പത്രോസും പൗലോസും ലൂക്കോസും ഒക്കെയാണ്, മത്തായി ഒക്കെയാണ് ആ സുവിശേഷം പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കാലം മാറി, അവരും മരിച്ചുപോയി. പിന്നെ ഇന്നത്തെ കാലത്ത് ശേഷിക്കുന്ന എന്നെ കേൾക്കുന്നവരെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ സുവിശേഷം അറിയിക്കാൻ ഇന്ന് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ സത്യത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് യോഹന്നാൻ ജീവിച്ചിരിക്കും, പക്ഷേ യേശുക്രിസ്തു ജീവിച്ചിരിപ്പുണ്ട്. ആ യേശുക്രിസ്തുവിൻ്റെ സന്തോഷം വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ നടക്കാൻ നന്നായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെ വിശ്വസ്തത കാണിക്കുന്നു. അത് സന്തോഷമുള്ള കാര്യം. അവർ സഭയുടെ മുമ്പാകെ നിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം, അവർ എന്നോട് പറഞ്ഞിരിക്കുന്നു, നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർ എന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടു. അപ്പോൾ ജാതികളുടെ അവിടെ നിന്ന് ഒന്നും വാങ്ങിയിട്ടല്ലോ അവർ പുറപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായിരിക്കുന്നവർ അവർക്ക് യോഗ്യമാവണ്ണം അവർക്ക് വഴിച്ചെലവിനൊക്കെ കൊടുത്ത് അയച്ചാൽ നന്നായി. ആകയാൽ ഞാൻ സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാവുന്നു എന്നും അവിടെ എഴുതുന്നുണ്ട്. ഇതൊക്കെ അവിടെ എഴുതുമ്പോഴും നമുക്കും അതിനകത്ത് മനസ്സിലാക്കേണ്ടതും മാതൃകയാക്കേണ്ടതുമായ കാര്യങ്ങൾ, ഉപദേശങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് അവിടെ എഴുതിയതല്ലേ എന്ന് വിചാരിക്കരുത്, നമുക്കും ഉള്ളതാണ് ഇതെല്ലാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഹോവയാണ് നമ്മുടെ ദൈവം, യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെയും നമ്മൾ അനുസരിക്കേണ്ടതും കേൾക്കേണ്ടതും തന്നെ. സഭയ്ക്ക് ഞാനൊന്ന് എഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവനങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ദിയോത്രഫോസ് എന്നൊരുവൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇവിടെ ഗായോസിനോട് പറയുന്നുണ്ട്. അവനെ അതിൻ്റെതായ രീതിയിൽ അവനെ വിലക്കേണ്ടതും ഒക്കെ ആണ്. അത് വന്നിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അവിടെ പിന്നെ ദെമേത്രിയോസിനെ കുറിച്ച് പറയുന്നത്, ദെമേത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെ സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നീ അറിയുന്നു. അപ്പോൾ ഒരുവൻ കൊള്ളരുതാത്ത ഒരുവനെ കുറിച്ചും അവിടെ പറയുന്നു. ദെമേത്രിയോസ് എന്ന ഒരു സാക്ഷ്യമുള്ളവനെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഇതും കഴിഞ്ഞ 2-ാമത്തെ ലേഖനത്തിൻ്റെ അവസാനം പോലെ എഴുതിയ അയപ്പന്മാർ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആകർഷിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം.
നിനക്ക് സമാധാനം, സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു, സ്നേഹിതന്മാർക്ക് പേരായി വന്ദനം. അപ്പോൾ ഓരോരുത്തരോടും നിന്നെ അന്വേഷിച്ചു കേട്ടോ, എഴുത്തുണ്ടായിരുന്നു, നിന്നെ അന്വേഷിച്ചു കേട്ടോ, അല്ല സഹോദര നീ സഹോദരൻ അന്വേഷിച്ചു കേട്ടോ, സഹോദരി അന്വേഷിച്ചു കേട്ടോ എന്ന് ഓരോരുത്തരോടും പേരായിട്ട് വന്ദനം ചൊല്ലാനാണ് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും കണ്ടു പറയുകയില്ല, നിങ്ങളെല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയാനല്ല, ഓരോരുത്തരെയും പേര് പറഞ്ഞ് വന്ദനം ചൊല്ലാനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പേര് 10, 100, 200 പേരുള്ള സഭയുടെ എല്ലാവരുടെയും പേരൂടെ എഴുതി തീർക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ അവരോടെല്ലാവരോടും പേരായി ഞാൻ എൻ്റെ വന്ദനം അറിയിക്കണം എന്ന് തന്നെയാണ് യോഹന്നാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 ലേഖനങ്ങൾ ഇവിടെ അവസാനിച്ചു, 2 ലേഖനങ്ങൾ. അതുപോലെ തന്നെ ഇന്നത്തെ 3 അതുപോലെ തന്നെ ഈ ഗായോസിനെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ 20-ാം അധ്യായത്തിൽ കാണാൻ പറ്റും കേട്ടോ. അത് ഞാൻ വിട്ടുപോയത് പറയാൻ. ഗായോസിനെ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കി ഈ ഗായോസിനെ അവിടെ കാണാം. ഗായോസിനെ സംബന്ധിച്ച് ഗായോസിൻ്റെ പേര്. താങ്ക് യു. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് നമുക്ക് കാണാം. കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് വീണ്ടും പരിശോധിക്കുക. അത് കേൾക്കുന്നത് വിശ്വസിക്കുന്നതല്ല, മറിച്ച് അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് എല്ലാവരുടെയും നമുക്കറിയാവുന്ന ഭാഷയിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് ഒക്കെ തന്നിരിക്കുന്ന പുസ്തകം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതാണ് അതിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ ആ സത്യത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി നന്ദി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.